അപ്പോൾ ഇന്ന് സ്റ്റിക്കർ ഉണ്ടാക്കലാണ് പരിപാടി. എൻ്റെ മുഖം കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ട്. ഈ 5 ചിത്രം വരയ്ക്കാണ് ഞാൻ ഇത്രയും പാടുപെട്ടത്. ഈ ട്രേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. എളുപ്പപ്പണി നോക്കിയത് അവസാനം കൈ കൊണ്ട് തന്നെ വരയ്ക്കേണ്ടി വന്നു. ഇതെല്ലാം ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തെടുക്കലാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ. ഈ ചെറി കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചെറീൻ്റെത് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചെറീൻ്റെത് ഈ ഔട്ട്ലൈൻ കൊടുക്കുന്നതൊക്കെ എനിക്ക് നല്ല പണിയാണ്. ഇത് വളഞ്ഞു പോകുന്നൊക്കെ ഉണ്ട്. സ്കെച്ചാണ് ഇത്ര പണിയില്ലായിരുന്നു. പെന്നിനാണെങ്കിൽ മഷിയും വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അങ്ങനത്തെ ഞാൻ ഈ മഷി ഇല്ലാത്ത പെണ്ണിൽ മഷി ഉണ്ടാക്കി ചിത്രം വരച്ചു. 6 ഇത് ഞാൻ കുഞ്ഞൊന്ന് വരച്ചു. 6 സ്റ്റിക്കർ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കളർ ചെയ്യണം. ഇങ്ങനെ ഒന്ന് വിരൽ ഞെടിച്ചെടുക്കുമ്പോഴത്തേന് ഫുൾ കളറാവുന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകില്ല. നമ്മൾ തന്നെ കളർ ചെയ്തെടുക്കണം. ബെഡിൻ്റെ കോലാണ് കാണുന്നത്. ഇത് കണ്ടോ, ഭയങ്കര പാടാണ് ഇപ്പോൾ. വിരൽ ഞൊടിച്ചെടുക്കുമ്പോഴത്തേനൊക്കെ നമ്മുടെ യൂട്യൂബർമാരിൽ ആവും. പക്ഷെ അങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ആക്കുന്നില്ല. കളർ ചെയ്യുന്നതിനെ കുറിച്ച് കാണിച്ചു തരാം. വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. വരയ്ക്കുന്ന വീഡിയോ എടുക്കുന്നത് ഫുള്ളായതുകൊണ്ട് വരയ്ക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാനായില്ല. ട്രേസ് ചെയ്തതാണ് കേട്ടോ, നോക്കി വരച്ചതാണ്. കുറച്ച് ഈ ഐസ്ക്രീമും പിന്നെ ഇതും ട്രേസ് എടുത്തതാണ്. ബാക്കിയെല്ലാം ഞാൻ വരച്ചതാണ്. ഇവിടെയൊക്കെ ഞാൻ കളർ പെൻസിൽ കൊണ്ടാണ് ഇതും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു ഡൈനോസറിനെ കണ്ടിട്ട് എനിക്ക് ഞാൻ പണ്ട് ഡോറ ബുജ്ജി കണ്ടു ഓർക്കുന്നുണ്ട്. അതിലത്തെ ലീസ ക്യാരക്ടറെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. പണ്ട് ഞാൻ കാണുന്ന കാർട്ടൂണായിരുന്നു ഡോറ ബുജ്ജി. അപ്പോൾ അതിൽ ലീസ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. പക്ഷേ ഇതുകൊണ്ട് വരയ്ക്കാൻ കിട്ടുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. പ്രത്യേകിച്ച് ഈ ക്ഷമയില്ലാത്ത ഞാൻ വരച്ചാൽ ഇത് റെഡിയാവും ഞാൻ തീരെ വിചാരിച്ചില്ല. ഇത്രയെങ്കിലും കിട്ടിയത് ഭാഗ്യം. മുഴുവൻ കുളമായിരുന്നെങ്കിൽ പണിപാളിയേനെ. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണില്ലായിരുന്നു. സ്റ്റിക്കറൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് ഗൈസ്. ഇതുവരെ സ്റ്റിക്കറൊന്നും ഉണ്ടാക്കി പരിചയമില്ല. ഇത് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ഇത് ഞാൻ ലൈറ്റ് ഷെയ്ഡിൽ മെല്ലെ കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് കാണാൻ തന്നെ ഇല്ല. ഇതോ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇനിയിപ്പോൾ ഈ 3 എണ്ണവും ചെയ്തെടുക്കുന്നത് പോലെ പേസ്റ്റൽ കളേഴ്സ് ആകുമ്പോഴാണല്ലോ അത് ഒരു കവായ് തീമാവുക. അതുകൊണ്ട് മാക്സിമം ഞാനിത് ഒരു കവായ് തീമിൽ ആക്കാൻ നോക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന കളറല്ല കേട്ടോ. ഇത് കുറച്ച് ഡാർക്കാണ്. ഇതിനകത്ത് ഈ മങ്ങിയ കളറായിട്ട് കാണുന്നതാണ്. ഇതിനകത്ത് കാണുന്ന കളറാണ് ശരിക്കും ഭംഗി. പക്ഷേ ആ കളറല്ല അത് ഒറിജിനാലിറ്റി കാണുമ്പോൾ. അത് ഇതുപോലെ കളർ ചെയ്യുന്നുണ്ട്. ചെറിയ ഫുള്ളായി ഇത് പാറിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതാ കപ്പ് കേക്കും ഇതും. ഇത് കുറിതൊട്ട പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. ഇത് കുറച്ചുകൂടെ ലൈറ്റാക്കാനായിട്ട് ഞാൻ ഒത്തിരി ഇവിടെ ഈ ഒരു വൈറ്റ് കളറില്ലേ ബ്രഷ് പെന്ന്, ഇത് കളഞ്ഞ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്ത് ഇപ്പം കാണാൻ നേരത്തെ കൊളായ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നേരിട്ട് കാണാനത് നേരത്തേക്കാൾ കൊളായ പോലെയാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. വേണ്ടില്ലായിരുന്നു. ഇനി കുഴപ്പമില്ല, ഈ വൈറ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചൊക്കെ വൈറ്റ് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റം തോന്നുന്നില്ല കേട്ടോ. ഈ ഫോണിൽ കാണുന്നത് നല്ലൊരു കവായ് തീം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് ഡാർക്കൊക്കെയാണ് തോന്നുന്നത്.
അതാ ഞാൻ വാട്ടർമെലൺ കളർ ചെയ്യാണ്. വാട്ടർമെലൺ കുറച്ച് കൊളായിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ കറക്റ്റ് എന്താ പറയുക ഭൂത അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കേക്ക് കൂടെ ചെയ്തെടുക്കണം. കളർ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലുള്ള ജെംസിൽ കളർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കളർ ജെംസ് ഉണ്ടല്ലോ, ഏതൊക്കെ കളർ കൊടുക്കണമെന്ന് എനിക്കിപ്പോൾ ഒരുപാടില്ല. സത്യം പറയാലോ, കളറൊക്കെ കലവിലായിട്ട് കാണുന്നില്ല. ആ പേപ്പർ പാറിപ്പോയി കണ്ടോ. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. വീഡിയോ എടുക്കുന്നതും കളർ ചെയ്യുന്നതും ഒരുമിച്ച് നടക്കില്ല, അതാണ് പ്രശ്നം. ഇവിടെ ഒരുമിച്ച് 2 കളർ കിട്ടിയിട്ടുണ്ട്. കളർ പെൻസിൽ സത്യം പറഞ്ഞത് ചില്ലറ പരിപാടിയല്ല കേട്ടോ ഗൈസ്. ഇതിനൊക്കെ ഒരുപാട് പണിയുണ്ട്. ഈ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളിപ്പോൾ ഇതിന് മാത്രം എന്താ ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ മനസ്സിലാക്കണം. അടുത്തതും പാറിപ്പോയി. പ്രത്യേകിച്ചതാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഇതിൻ്റെ കളറൊക്കെ തപ്പി പിടിച്ചെടുത്ത് വെക്കുമ്പോഴത്തേ ഞാനൊരു വഴിയാവും, അത് ഉറപ്പാണ്. അപ്പം ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വാട്ടർമെലൺ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് 2ാമത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ഇതേപോലെ സെല്ലോ ടേപ്പിൽ ഒട്ടിക്കണം. ഇത് ഈ കട്ട് ചെയ്യുമ്പോൾ വിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റത്തത് എനിക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് വാളിപ്പോയി വിട്ടല്ല കട്ട് ചെയ്ത്. എന്നാലും ഞാൻ സ്റ്റിക്കറാക്കാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും കൊളായി എന്നുള്ള ഉറപ്പാണ്. എന്നിട്ട് ആ സ്റ്റിക്കേഴ്സ് എല്ലാം ഇതുപോലെ ഒരു സെല്ലോ ടൈപ്പിൽ ഒട്ടിച്ച് കൊടുക്കുക. ഈ 4ാമത്തെ ഒരു സ്റ്റിക്കറും കൂടെ ഉണ്ട്. നമ്മുടെ ഡിനോസറിലെ ഇത് ഫ്ലോപ്പായിപ്പോയി കേസ്, ഇത് പോയി ആളിപ്പോയി. ഒരു ഡൈനോസറും കൂടെ ഉണ്ടായിരുന്നു. അത് ഒട്ടിക്കാനുള്ള സ്പേസ് ഇതിനകത്തില്ല. അതുകൊണ്ട് അത് 2ാമത്തെ സ്റ്റിക്കറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വിട്ടിട്ട് കട്ട് ചെയ്തില്ലേ, അവിടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് വിട്ടിട്ട് കേട്ടോ, വിട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. പേപ്പറിലല്ലേ വിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സെലോ ടൈപ്പ് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും പാളി പോകരുത്. വിട്ട് തന്നെ കട്ട് ചെയ്യണം, എന്നാലേ ഇത് സ്റ്റിക്കർ ആവട്ടെ. ഇനി നമുക്ക് ഇഷ്ടമല്ല എവിടെ വേണേലും ഇതുപോലെ വിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണേലും സ്റ്റിക്ക് ചെയ്യണം. ഇതുണ്ടോ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ വിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാം. അടുത്തത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 2 കൈ കൊണ്ടാണല്ലോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് പാടായിരിക്കും. ഞാൻ ഫോൺ അവിടെ ചാരി വെച്ചതാണ്. ഇങ്ങനെ വെച്ചിട്ട് കൈ മാത്രം കാണിച്ച് വീഡിയോ എടുക്കുന്നത് കുറച്ച് പാടായിരിക്കും. നമുക്ക് കാണുന്നില്ല, ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് വിട്ട് കട്ട് ചെയ്തില്ലേ, അത് അതേപോലെ വിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചത് ഇതുപോലെ തല കുത്തനെ പിടിച്ചതാണ്. കുറച്ച് വിട്ട് കട്ട് ചെയ്യണം.
കത്രികയിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇതുപോലെ ഓക്കെ, ഇതുപോലെ വിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിക്കർ ഓക്കെയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാം. ഈ വാട്ടർ മെലൺ ഞാനത് ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ കേക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളാണ്. കുറച്ച് ഇത് വെട്ടാനും മുറിക്കാനും തന്നെ ഉള്ളൂ. ഇത് അതുപോലെ വെട്ടി മുറിച്ചെടുക്കാൻ മതി കേട്ടോ. ഇതുപോലെ വിട്ട് കട്ട് ചെയ്ത് ഇത് കണ്ടോ, ഇവിടെ സ്റ്റിക്കാ. ഇത് കണ്ടോ, സ്റ്റിക്കറിയാണ്. ബട്ട് ഇവിടെ ഒന്നും സ്റ്റിക്കറി അല്ല, ഇവിടെ ഒന്നും സ്റ്റിക്കറി അല്ല. ഇവിടെയാണ് സ്റ്റിക്കറി, അറ്റത്താണ് സ്റ്റിക്കറി ആയിട്ടുള്ളത്. നമ്മൾ വിട്ട് കട്ട് ചെയ്യണം. പേപ്പർ വിട്ട് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നിങ്ങൾ വിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ വേറെ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് അത് പേപ്പറിൽ ഒട്ടിക്കാം. എന്തെങ്കിലും ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഒട്ടിച്ചത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റുള്ളവർക്ക് ഇത് ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ഷീറ്റുള്ളവർക്ക് അങ്ങനെ ഒട്ടിക്കുക, അല്ലെങ്കിൽ A4 ഇതേപോലെ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ എൻ്റെ സ്റ്റിക്കേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ബൈ ബൈ, സീ യു.